വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു സക്സസ് സ്റ്റോറിയൊന്നും അല്ല കേട്ടോ. നമ്മുടെ ചാനലിൽ പറയുന്ന ടിപ്സ് ഫോളോ ചെയ്തിട്ട് ഒരു കുട്ടി പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പ്രഗ്നൻസി സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിച്ചില്ല. കുഞ്ഞിന് ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല, മറ്റുള്ള എന്തൊക്കെ ഡിഫക്ട്സ് ഉണ്ടപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞത് സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകില്ല, നമുക്കിത് ടെർമിനേറ്റ് ചെയ്യാം, അബോഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടി ചോദിച്ചു എന്തൊക്കെയാണ് അബോഷൻ ആകാനായിട്ടുള്ള റീസൺസ് എന്ന് ചോദിച്ചു. ഡോക്ടർ കോമൺ ആയിട്ടുള്ള റീസൺസ് ഒക്കെ പറഞ്ഞു. അതിനോടൊപ്പം ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ് ഫോളിക് ആസിഡിൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാത്തത് കൊണ്ടും ഇങ്ങനെ നമുക്ക് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് പോലുള്ള കാര്യങ്ങൾ കുഞ്ഞിനുണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബർത്ത് ഡിഫക്ട്സ് ഉണ്ടാകാം, സ്റ്റിൽ ബർത്ത് ഉണ്ടാകാം, അങ്ങനെ ഓരോരോ കണ്ടീഷൻസ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയും പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു 3 മാസം മുൻപൊക്കെ നമ്മൾ ഫോളിക് ആസിഡിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കണം, അല്ലെങ്കിൽ ഫോളിക് ആസിഡ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നന്നായിട്ട് കഴിക്കണം. അതല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് മുതൽക്ക് തന്നെ ഫോളിക് ആസിഡിൻ്റെ മെഡിസിൻസ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരിവിടെ പോസിറ്റീവ് കിട്ടിയിട്ട് പിന്നെ ഏകദേശം കുറച്ചധികം നാൾ കഴിഞ്ഞിട്ടാണ് ഡോക്ടറെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയും ഒരു ഡിലേ സംഭവിച്ചു. അങ്ങനെ ഫോളിക് ആസിഡിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഇങ്ങനെ മിസ്കാരേജ് ആയി പോകാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്ത് കളയേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാകാം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കണം. നിങ്ങളെ കൊണ്ട് പ്രഗ്നൻസി സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്ന് ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ഫോളിക് ആസിഡിന്റെ മെഡിസിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റിനെ പറ്റിയിട്ട്. എന്താണ് ഫോളിക് ആസിഡ്, എന്ത് ബെനഫിറ്റ് ആണ് ഫോളിക് ആസിഡ് തരുന്നത് എന്നതിനെയൊക്കെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റിൽ അടങ്ങിയിട്ടുള്ള ഫോളേറ്റ് അഥവാ ബി വിറ്റമിൻ നിങ്ങളിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. കുഞ്ഞിനുണ്ടാകുന്ന ഡിഫക്ട്സ്, അതായത് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സും അതുപോലെ ബ്രെയിൻ ഡിഫക്ട്സും ഒക്കെ കുഞ്ഞിനുണ്ടാകുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. ഫോളിക് ആസിഡിന്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടാകുമ്പോഴാണ് കുഞ്ഞിന് മറ്റു പല വൈകല്യങ്ങളും ഉള്ളതായിട്ട് കാണുന്നത്. കുഞ്ഞു വളരുന്നത് സ്ത്രീയുടെ ഗർഭപാത്രത്തിലാണെങ്കിലും കുഞ്ഞു വളരണമെങ്കിൽ അച്ഛന്റെ സ്പേമും അമ്മയുടെ എഗ്ഗിനും അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാകണം. ഇതിലേതെങ്കിലും ഒന്നിന് ഡിഫക്റ്റ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇംപ്ലാന്റേഷൻ നടക്കുന്നുണ്ടെങ്കിലും ആ ഒരു പ്രഗ്നൻസി സക്സസ്ഫുൾ ആയിട്ട് മുൻപോട്ടേക്ക് പോകില്ല. കാരണം ഒരു മാസമൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 മാസമൊക്കെ ആകുമ്പോൾ കുഞ്ഞിന്റെ വളർച്ച നിന്ന് പോവുകയോ കുഞ്ഞിന്റെ ബ്രെയിനിലെ ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാതെ ഡിഫക്ട്സ് ഒക്കെ ആയിട്ടും അതുപോലെ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുഞ്ഞിന് സംഭവിക്കുകയും ചെയ്യും. അതുപോലെ ഹാർട്ട് ബീറ്റ് നിന്ന് പോവുക, വളർച്ച നിന്ന് പോവുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ഇതെല്ലാം ഒന്ന് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവര് മസ്റ്റായിട്ട് ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റ് എടുത്തിരിക്കണം. ഏകദേശം നിങ്ങൾ എപ്പോഴാണോ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നത് അതിനേക്കാൾ ഒരു 3-6 മാസം മുൻപ് നിങ്ങൾ ഫോളിക് ആസിഡിന്റെ മെഡിസിൻ എടുത്ത് തുടങ്ങണമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർക്ക് മാത്രമല്ല ബാക്കിയുള്ള അഡൽട്ട് കാറ്റഗറിയിൽ പെടുന്നവർക്കും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കും ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റ് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഒരു 3 മാസം മുൻപൊക്കെ മുതൽ ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റ് എടുക്കാനായിട്ട് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രവർത്തനത്തിൽ, അതായത് ഒരു ഓവുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലോട്ട് കടക്കുന്നതിന് മുൻപായിട്ട്, ഇപ്പോൾ ഏകദേശം നമ്മൾ പറയുന്നത് നമ്മുടെ പീരിയഡ്സിന്റെ 2nd ഡേ മുതലാണ് ഫോളിക്കിൾസ് അഥവാ അണ്ടം വളർന്നു തുടങ്ങുന്നത് എന്നാണ്. എന്നാൽ ശരിക്കും ആ ഒരു പ്രോസസ്സ് എത്ര അണ്ടങ്ങൾ ഈ ഒരു ഓവുലേഷന് വേണ്ടിയിട്ട് തയ്യാറാകണമെന്ന് നിശ്ചയിക്കുന്നത് ഒരു 3 മാസം മുൻപാണ്. ആ 3 മാസം മുൻപ് മുതൽ തുടങ്ങും ഇതിന്റെ ഒരു പ്രവർത്തനം. അതായത് ഇപ്പോൾ ഈ മാസം നവംബറിൽ നടക്കണമെങ്കിൽ അതിന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് അതിനേക്കാളും മുൻപത്തെ 3 മാസങ്ങളുടെ സമയത്തായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു 3 മാസം മുൻപ് നിങ്ങൾ ഫോളിക് ആസിഡ് എടുത്ത് തുടങ്ങിയാലേ അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് വരുന്ന മാസങ്ങളിൽ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കുറഞ്ഞത് ആ ഒരു ടൈം പീരീഡ് മുൻപെങ്കിലും ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റ് എടുക്കണമെന്ന് പറയുന്നത്. സ്ത്രീകളും പുരുഷന്മാരും ഫോളിക് ആസിഡ് എടുക്കുന്നത് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ ആ ഒരു ഫെർട്ടിലിറ്റി സ്റ്റേജിൽ. പുരുഷന്മാർക്കുണ്ടാകുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേമിന്റെ കൗണ്ട് വർദ്ധിപ്പിക്കാൻ, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, ഇറക്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, അതുപോലെ DNA ഫോർമേഷനൊക്കെ കൃത്യമായിട്ട് നടക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റ് സഹായിക്കുന്നു. സ്പേമിന്റെ DNAയിൽ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് ജനിതക വൈകല്യങ്ങൾ ഉണ്ടാവുന്നതിനും മറ്റുള്ള ഡിഫക്ട്സ് കുഞ്ഞിനുണ്ടാവുന്നതിനും അത് കാരണമാകുന്നു. കാരണം ആ ഒരു DNAയിൽ നിന്നാണല്ലോ കുഞ്ഞ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞിന് എന്തായാലും ആ ഒരു ഡിഫക്ട്സ് ഉണ്ടാകും. അതൊക്കെ ഒന്ന് ക്യൂർ ചെയ്യുന്നതിന് ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റ്സ് സഹായിക്കുന്നു.
സ്ത്രീകൾക്കുണ്ടാവുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ശരീരത്തിലെ ഫെർട്ടിലിറ്റി പ്രവർത്തനങ്ങളൊക്കെ സുഗമമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി ഡോക്ടറെ കാണാനായിട്ട് പോകുമ്പോൾ ഫോളിക് ആസിഡിന്റെ മെഡിസിൻ തരുന്നു, ഫോളിക് ആസിഡിന്റെ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ പീരീഡ്സ് കറക്റ്റ് ആവുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഫോളിക് ആസിഡ് ഡയറക്റ്റ് ആയിട്ട് പീരീഡ്സ് നമുക്ക് കറക്റ്റ് ആക്കി തരുന്നില്ല. നേരെ മറിച്ച് ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജസ്ട്രോണിന്റെ ലെവലിനെ ഒരുവിധം ഇത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു. പ്രൊജസ്ട്രോണിന്റെ പ്രൊഡക്ഷൻ ഒരുവിധം സപ്പോർട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓവുലേഷനും കൃത്യമായിട്ടുള്ള രീതിക്ക് തന്നെ നടക്കും. അങ്ങനെ നമുക്ക് ഇറഗുലർ ഓവുലേഷനും അതുപോലെ ഇറഗുലർ സൈക്കിളും ഒക്കെ ഒന്ന് ക്യൂർ ചെയ്യാനായിട്ട് ഫോളിക് ആസിഡിന്റെ മെഡിസിൻ എടുക്കുന്നത് സഹായിക്കുന്നു. ഏകദേശം നമ്മുടെ ലൂട്ടിയൽ ഫേസിന്റെ സമയത്ത് നമുക്ക് ഒരുപാട് വേണ്ട ഒരു ഹോർമോണാണ് ഈ ഒരു പ്രൊജസ്ട്രോൺ ഹോർമോൺ എന്ന് പറയുന്നത്. അതിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഇംപ്ലാന്റേഷൻ നടക്കുകയുള്ളൂ. അതിന് മുൻപുള്ള ഓവുലേഷന്റെ ആ ഒരു പ്രോസസ്സിൽ നമുക്ക് ഈസ്ട്രോജൻ ഹോർമോൺ വേണം. അതിന്റെ പ്രവർത്തനങ്ങൾ നല്ലതുപോലെ നടക്കുന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഓവുലേഷനും നടക്കുകയുള്ളൂ. അപ്പൊ ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇൻഡയറക്ട്ലി ഫോളിക് ആസിഡിന്റെ മെഡിസിൻ എടുക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഇനി ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് ഇതുപോലെ തന്നെ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് വരുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും ബ്രെയിൻ ഡിഫക്റ്റ് വരുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും ഒക്കെ ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റ്സ് എടുക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഏകദേശം ഒരു 400 mg വരുന്ന ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റ്സ് ആണ് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് പല സ്ത്രീകളും എടുക്കുന്നത്. മെഡിസിനുകളിൽ എടുക്കുന്നത് കൂടാതെ ഫോളിക് ആസിഡിന്റെ ഒരു ഫോളേറ്റിന്റെ കണ്ടന്റ് പലതരത്തിലുള്ള പച്ചക്കറികളിലും അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ പച്ച നിറത്തിലുള്ള പച്ചക്കറികളിലാണ് ഇതിന്റെ കണ്ടന്റ് കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ളത്. ചീര, അതുപോലെ ബ്രൊക്കോളിയിലുണ്ട്, ക്യാബേജിലുണ്ട്, പിന്നെ വെണ്ടക്കയിലുണ്ട്, ക്യാരറ്റിലുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഫോളിക് ആസിഡിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഫോളിക് ആസിഡിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള മെഡിസിൻസ് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡെയിലി നമുക്ക് ഫോളിക് ആസിഡിന്റെ റിക്വയർമെന്റ് വരുന്ന അത്രയും നമ്മളുടെ ശരീരത്തിലോട്ട് അത് എത്തിക്കാനായിട്ട് നമ്മുടെ ഫുഡ് ഡയറ്റിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റ്സ് എടുക്കുന്നതാണ് എന്തുകൊണ്ടും നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് കേട്ടോ. പിന്നെ ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഫോളിക് ആസിഡിന്റെ മെഡിസിൻ ഡയറക്റ്റ് ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നമുക്ക് മേടിച്ച് കഴിക്കാമോ എന്നതിനെ പറ്റിയിട്ട്. നിങ്ങൾ ആ ഒരു രീതി ഫോളോ ചെയ്യേണ്ട. കാരണം ഫോളിക് ആസിഡിന്റെ മെഡിസിനോടൊപ്പം തന്നെ ഡോക്ടേഴ്സ് ചിലർ അയണിന്റെ മെഡിസിനും അതുപോലെ വിറ്റമിൻ ഡിയുടെയും ഒക്കെ അടങ്ങിയിട്ടുള്ള സപ്ലിമെന്റ്സും കൂടി ചേർത്ത് തരാറുണ്ട്. നിങ്ങളൊരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെഡിസിൻ ചിലപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ഒരു ഫിസിഷ്യനെ പോയി കണ്ടിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ മെഡിസിൻ മേടിക്കുക. അല്ലെങ്കിൽ ഗൈനിക്കിനെ കണ്ടിട്ടാണെങ്കിലും പ്രഗ്നൻസി നോക്കുന്ന കാര്യം പറയുമ്പോഴേക്കും അവിടെ നിന്ന് വിറ്റമിൻസിന്റെ മെഡിസിൻസ് നിങ്ങൾക്ക് കിട്ടും. അതല്ല ഇനി അങ്ങനെ പോകാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഹെൽത്ത് സെന്ററിലോ അല്ലെങ്കിൽ ആശാ വർക്കറെയോ സമീപിച്ചതിന് ശേഷം ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റ്സ് നിങ്ങൾ എടുക്കുക കേട്ടോ. ഒരിക്കലും മെഡിക്കൽ സ്റ്റോറിൽ പോയി ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാതിരിക്കുക. ഇതിന്റെ യൂസേജ് പറഞ്ഞു തരുന്നത് കൃത്യമായിട്ട് ഡോക്ടേഴ്സ് ആണ്. നിങ്ങൾക്ക് രാവിലെയോ അല്ലെങ്കിൽ ഉച്ചക്കത്തെ സമയത്തോ ഒക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഫോളിക് ആസിഡ് എടുക്കാനായിട്ട് നല്ലത്. ഒരു 400 mgയുടെ മെഡിസിൻ ഒരു ദിവസം ഒരു മെഡിസിൻ ആ ഒരു കണക്കിന് നിങ്ങൾ എടുത്താൽ മതിയാകും. അതിൽ കൂടുതലായിട്ട് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഹസ്ബൻഡും ഇതുപോലെ തന്നെയുള്ള ഒരു രീതിക്ക് എടുത്താൽ മതി. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് പീരിയഡ്സിന്റെ സമയത്ത് ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റ്സ് എടുക്കാമോ എന്നതിനെ പറ്റിയിട്ട്. അങ്ങനെ എടുക്കാതിരിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെ ഫോളിക് ആസിഡിന്റെ മെഡിസിൻ ഇല്ല. കാരണം നിങ്ങൾക്ക് പീരിയഡ്സിന്റെ സമയത്താണെങ്കിലും ഓവുലേഷൻ നടക്കുന്ന സമയത്താണെങ്കിലും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ ഫോളിക് ആസിഡിന്റെ മെഡിസിൻ എടുക്കുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ മെഡിസിൻ എടുക്കണം. ഫോർ എക്സാമ്പിൾ എസ്പെഷ്യലി മിസ്കാരേജിന്റെ ഹിസ്റ്ററീസ് ഉള്ളവർ അല്ലെങ്കിൽ പ്രഗ്നൻസി ഒരുപാട് നാളുകളായിട്ട് ട്രൈ ചെയ്തിട്ട് കിട്ടാത്തവരൊക്കെ ഈ ഒരു സപ്ലിമെന്റ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ആ ഒരു സപ്ലിമെന്റ് എടുക്കുന്ന ആ മാസത്തിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് എടുത്തു വരുമ്പോഴേക്കും ഒരു 2ാമത്തെയും 3ാമത്തെയും ഒക്കെ മാസം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കാണാനായിട്ട് തുടങ്ങും. ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് തുടങ്ങും. അതിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് അതിനനുസരിച്ച് തന്നെ മറ്റുള്ള ഡിഫക്ട്സ് ഒന്നും ഇല്ലാതെ ആ ഒരു പ്രഗ്നൻസി സക്സസ്ഫുൾ ആയിട്ടും സ്മൂത്ത് ആയിട്ടും മുൻപോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.